തമിഴ്നാട്ടിലെ വിജയ സർക്കാരിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതിനെതിരെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന CPI രംഗത്തെത്തി. പ്രഥമ പരിഗണന തമിഴ് താഴ്വാഴത്തിന് നൽകണമെന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. വിജയ് BJP പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ DMK ആരോപിച്ചു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും. മനേഷ്, ഈ സംസ്ഥാനാന്തവുമായി ബന്ധപ്പെട്ട് RN രവിയും DMKയുമായുള്ള തർക്കമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വീണ്ടും തമിഴ് താഴ്വഴക്കത്തെ ചൊല്ലി തുടക്കത്തിലെ കല്ലുകടി തുടങ്ങിയിരിക്കുന്നു, അതും ഈ പറയുന്ന സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ. സുഹൈൽ, നമുക്കറിയാം തമിഴ് തായ്വാഴ്ത്ത് പാടാത്തതിന് അല്ലെങ്കിൽ ആദ്യം പ്രഥമ പരിഗണന നൽകുന്നു എന്നുള്ളത് നേരത്തെ മുൻ ഗവർണറായിരുന്ന RN രവിയുമായി വലിയ തോതിലുള്ള തർക്കങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. സഭയിലെത്തുമ്പോഴൊക്കെ RN രവിയുമായി ഈ തരത്തിലുള്ള തർക്കങ്ങൾ DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാലും അത് മാറ്റുന്നതിനെ കുറിച്ച് DMK സർക്കാർ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല. അത് ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമെന്നായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞയുടെ ദിവസം തന്നെ ആദ്യം പാടിയത് വന്ദേമാതരമാണ്. അത് വന്ദേമാതരം പാടുന്നു, അതിനുശേഷം ദേശീയ ഗാനം പാടുന്നു, അതിനുശേഷമാണ് തമിഴ് തായ്വാഴ്ത്തിന് ഒരു അവസരം അല്ലെങ്കിൽ തമിഴ് തായ്വാഴ്ത്ത് പാടിയത്. ഇതാണ് ഏറ്റവും വലിയ പ്രതികരണത്തിലേക്ക്, രൂക്ഷമായ പ്രതികരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CPI ആണ് ആദ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. തമിഴ് തായ്വാഴ്ത്തിന് പ്രഥമ പരിഗണന തമിഴ്നാട്ടിൽ നൽകണം എന്നുള്ളതാണ്. മാത്രമല്ല പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു കക്ഷി കൂടിയാണ് CPI എന്ന് പറയുന്നത്. അതിന് പിന്നാലെ DMKയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. DMK പറയുന്നത് എങ്ങനെയാണ് തമിഴ് തായ്വാഴ്ത്തിനെ ഇത്രയധികം അവഹേളിക്കാൻ കഴിയും, ഇതാണോ വിജയ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മാറ്റം എന്നാണ് DMK ചോദിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ ചില വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം തമിഴ് തായ്വാഴ്ത്ത് എന്ന് പറയുന്നത് തമിഴ് ജനതയുടെ ഒരു സ്വത്വത്തിന്റെ ഭാഗം കൂടിയാണ്. സ്വാഭാവികമായും അതിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ DMK ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ DMK എന്തായാലും ആദ്യം തന്നെ പ്രതിഷേധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിച്ചിരുന്നത് ഈ കാര്യത്തിൽ തന്നെയാണ്. DMK മാത്രമല്ല CPIയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല സഭയിൽ ഇത് നിയമസഭ ചേരുമ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുമെന്നും അതിന് സർക്കാർ മറുപടി പറയണമെന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.